അടുത്ത നമ്മൾ കൊച്ചിയിലേക്ക് ശ്രീകാന്താണ് ചേരുന്നത്. ശ്രീകാന്ത്, എറണാകുളത്ത് എങ്ങനെയായിരുന്നു അതിന്റെ അവസാന മിനിറ്റുകൾ? വലിയ സുരക്ഷയൊക്കെ ഒരുക്കിയിരുന്നു. എല്ലാവരും ഒരേ കേന്ദ്രത്തിലേക്കാണോ എത്തിയത്? എന്തൊക്കെയായിരുന്നു വിവരങ്ങൾ? ഇന്ന് പാലാരിവട്ടത്തും അതോടൊപ്പം തന്നെ ടൗൺ ഹാളിന് സമീപവും കച്ചേരിപ്പടിയിലുമായാണ് ഇന്ന് ഈ കൊട്ടിക്കലാശം അറേഞ്ച് ചെയ്തിരുന്നത്. അത് ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം ഉണ്ടാകാതിരിക്കുക ലക്ഷ്യമിട്ട് ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ പോലീസുമാണ് ഇത്തരത്തിലൊരു ക്രമീകരണം ഒരുക്കിയത്. ഒരു തരത്തിൽ പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ അതിനൊരു ആവേശം കാണാനില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ എല്ലാവരും കൂടി ഒരുമിച്ച് വരുമ്പോൾ അത് ഏതെങ്കിലും തരത്തിലൊരു അക്രമത്തിലേക്ക് വഴിമാറുമോ എന്നൊക്കെ പോലീസിന് സംശയമുണ്ടെങ്കിലും അതായിരുന്നു ഒരു ഓളം തീർക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ അത് കാണാൻ സാധിച്ചില്ല. എങ്കിലും വീറും വാശിയും പ്രകടമായിരുന്നു. തങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയ സ്ഥലത്ത് നൂറുകണക്കിന് പ്രവർത്തകരെ സംഘടിപ്പിച്ച് അവിടെ ഈ കൊട്ടിക്കലാശം വലിയ തോതിൽ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരുന്നു മുന്നണികൾ എല്ലാവരും തന്നെ. നാളെ ഇനി നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപായി എല്ലാ സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും വീട് വീടാന്തരം കയറി അവരവരുടെ വോട്ടുറപ്പിക്കും. പ്രധാനപ്പെട്ട ആളുകളെ കാണും. അങ്ങനെ വോട്ടുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തത്രപ്പാടിലായിരിക്കും നാളെ. ഈ എറണാകുളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സാമ്പത്തിക തലസ്ഥാനമാണ്. തുടർച്ചയായി UDF ജയിച്ചു പോന്നിരുന്ന മണ്ഡലമാണ്. UDFന് കഴിഞ്ഞ തവണ 1,69,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലം കൂടിയാണ്. അത് വീണ്ടും ഉയർത്തുകയാണ് UDFന്റെ ലക്ഷ്യം. എന്നാൽ 3 തവണ മുൻപ് തങ്ങൾക്ക് അനുകൂലമായ മണ്ഡലത്തിൽ 4ാമതൊരു ജയം ലക്ഷ്യമിട്ടാണ് KJ ഷൈൻ ടീച്ചർ കളത്തിലിറങ്ങുന്നത്. KJ ഷൈൻ ടീച്ചർ ഈ തവണ തങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരുമെന്ന് ഇടതുമുന്നണിയും പ്രതീക്ഷിക്കുന്നു. തൃപ്പൂണിത്തറ നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ച് വോട്ട് കൂട്ടിയ KS രാധാകൃഷ്ണനെ കളത്തിലിറക്കുകയാണ് BJP. അത്യന്തം വീറും വാശിയും പ്രചാരണ രംഗത്ത് കാണാൻ കഴിഞ്ഞു. അത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കുമോ എന്നറിയാൻ മറ്റന്നാൾ വരെ കാക്കാം. അപ്പോൾ അത് നോക്കാം നമുക്ക് എങ്ങനെയാണ് എല്ലാ മണ്ഡലങ്ങളിലും ആ രീതിയിൽ ഇന്നിപ്പോൾ കണ്ട ആ കാഴ്ച, ആ ആവേശം, അത് ഏത് രീതിയിൽ ഇലക്ഷനിൽ അല്ലെങ്കിൽ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുന്നു എന്നുള്ളതാണല്ലോ ഏറ്റവും പരമപ്രധാനം, അല്ലേ?